നമസ്കാരം. എൻ്റെ പേര് സ്വപ്ന പാട്രോണസ്. LDF ഭരണത്തിൻ്റെ അനാസ്ഥയും കെടുകാര്യസ്ഥതയും തുറന്നു കാട്ടുന്ന ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. കൂടുതൽ സമയമെടുക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞങ്ങളിവിടെ നിൽക്കുന്നത് ചെല്ലാനം പഞ്ചായത്തിലെ 10ാം വാർഡിലാണ്. ചെല്ലാനം പഞ്ചായത്തിലെ 10ാം വാർഡിൽ ഒരു പണി പൂർത്തീകരിക്കാത്ത ഒരു പാലത്തിന്മേലാണ് നിൽക്കുന്നത്. ജനതാ റോഡിനടുത്തുള്ളൊരു പാലമാണ്. ഈ പാലം ഇതുവരെയും, ഞാനിത് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് 2020 നവംബർ മാസമാണ്. ഈ പാലം ഇതുവരെയും പൂർത്തീകരിക്കാതെ കിടക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് നമ്മളോട് അമ്മിണി അന്ന് 2010 മുതൽ 15 വരെ ഇവിടെ വാർഡ് മെമ്പറായിരുന്ന ശ്രീമതി അമ്മിണി ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ വിശദീകരിച്ച് പറയുന്നതായിരിക്കും. 2010 ഈ ഞാനിവിടുത്തെ മെമ്പറായിട്ട് പ്രവർത്തിച്ചത്. 2010 മെമ്പറായിട്ട് പ്രവർത്തിക്കുമ്പോൾ ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു ഫണ്ട് ഉപയോഗിച്ചിട്ടാണ്, നമ്മൾ 20 ലക്ഷത്തിൻ്റെ ഒരു ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഈ പാലം ഇവിടെ ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. പാലം ചെയ്യാനായിട്ട് തീരുമാനിച്ചതിൽ പ്രധാന കാരണം നമ്മുടെ ഈ പടിഞ്ഞാറ് സൈഡിലെല്ലാം ലക്ഷം വീട് കോളനികളും മത്സ്യത്തൊഴിലാളികളും തിങ്ങി പാർക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഈ ഏരിയയിലുള്ള ആളുകൾക്ക് പെട്ടെന്നൊരു അസുഖമോ അല്ലെങ്കിൽ ഒരു മരണാവശ്യമോ വന്നു കഴിഞ്ഞാൽ ചുറ്റിക്കറങ്ങിയാണ് ഈ ഒന്നല്ലേ പള്ളിയിലോ അല്ലെങ്കിൽ മെയിൻ റോഡിൽ എത്താനുള്ള സാഹചര്യം ഉണ്ടായിരുന്നത്. പക്ഷെ അതിനെ ഒന്ന് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടിയാണ്, നേരിട്ട് റോഡിലോട്ട് മെയിൻ റോഡിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഈ പാലത്തിൻ്റെ പണി ഇവിടെ ആരംഭിച്ചത്. അപ്പോൾ പാലത്തിൻ്റെ പണിക്ക് വേണ്ടി ഇവിടെ ഈ റോഡ് രണ്ട് വശമായിട്ട് കൂട്ടിമുട്ടിക്കുന്ന സ്ഥലത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ആ സ്ഥലത്തിൻ്റെ ഉടമയെ പോയി കാണുകയും 2-3 പ്രാവശ്യം സംസാരിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾ സമ്മതിക്കുകയും അങ്ങനെ 20 ലക്ഷം രൂപ വെച്ചിട്ട് ഇത്രയും രീതിയിൽ ചെയ്യാനായിട്ട് സാധിച്ചു. ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ടായിരുന്നു. അതിന് ശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇതിക്കുമ്പോൾ ഞാൻ പിന്നെ മെമ്പറല്ലായിരുന്നു. കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്താണ് ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ ലീനസിൻ്റെ നേതൃത്വത്തിലാണ് ഫണ്ടിൽ നിന്നാണ് ഈ പാലം ഇത്രയെങ്കിലും പൂർത്തീകരിച്ചത്. ഈ പാലം പൂർത്തീകരിച്ചാൽ ഈ പ്രദേശവാസികൾക്ക് എത്രയും പെട്ടെന്ന് ഈ മെയിൻ റോഡിലേക്ക് എത്താനും തൊട്ടടുത്തൊരു ബസ് സ്റ്റോപ്പിലേക്ക് എത്തിച്ചേരാനും പിന്നെ ഹോസ്പിറ്റൽ കേസുകളെല്ലാം പെട്ടെന്ന് ഇപ്പോൾ ഈ കടപ്പുറത്തുകൂടി വന്നു കഴിഞ്ഞാൽ ഈ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മഴക്കാലത്ത് വന്നു കഴിഞ്ഞാലും വണ്ടിയായിട്ട് വന്നു കഴിഞ്ഞാൽ ശരിക്ക് വണ്ടി പൂണ്ടുപോകുന്നൊരവസ്ഥയാണ്. അപ്പോൾ അതിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാലത്തിൻ്റെ നിർദ്ദേശം വെച്ചത്. പക്ഷേ ഈ പാലം ഇത്രയും UDF ഗവൺമെൻറ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അവരുടെ സമയപരിധി കഴിഞ്ഞാലും പിന്നെ വീണ്ടും ചെയ്യാൻ പറ്റിയില്ല. പിന്നീട് വന്ന ഗവൺമെൻറ് ഈ പാലത്തിനെ കുറിച്ച് ഒന്നും ചെയ്തില്ലെന്നുള്ളതല്ല, അതിൻ്റെ നീക്കിവെക്ക് ഒരു പേപ്പർ പോലും നീക്കിയിട്ടില്ല. ഇപ്പോൾ ഈ 5 വർഷം വെറുതെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രദേശവാസികളെ ശരിക്കും മണ്ടന്മാരാക്കി 2015 മുതൽ 2020 ഇവരുടെ കാലഘട്ടത്തിൽ അത് ഒന്നുമില്ലാത്ത രീതിയിലാക്കി കളഞ്ഞു. തീരദേശവാസികളുടെ വളരെ നാളത്തെ പ്രയത്നത്തിൻ്റെ ഒരു ഫലമായിട്ടാണ് ഇന്നിവിടെ ഈ ഒരു റോഡും പാലവും വന്നിരിക്കുന്നത്. അതിനുവേണ്ടി നിരന്തരം പ്രയത്നിച്ചും ഭയങ്കര ത്യാഗം സഹിച്ച ഒരുപാട് ഈ പരിസരത്തുണ്ട്. ഏകദേശം 2005 ഇവിടെ ഈ റോഡ് വരാനായിട്ട് വേണ്ടി ഇവിടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും കളക്ടറേറ്റ് വരെ ഞങ്ങളിത് പോയി. എന്നുവെച്ചാൽ ഇവിടെ സ്ഥലം അന്വയിച്ച് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിട്ട് ഇവിടെ സ്ഥലം അന്വയിച്ച് കിട്ടാനായിട്ടുള്ള വളരെയധികം പ്രയാസമുണ്ടായിരുന്നു. എന്നാൽ ഇവിടുത്തെ സ്ഥലം ഉടമകളെ എല്ലാവരും ഞങ്ങൾ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ റോഡ് പണിയാനായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും ജില്ലാ പഞ്ചായത്തും അതുപോലുള്ള മറ്റു പഞ്ചായത്തുകളിലും അതുപോലെ എല്ലാവരുടെ സഹായങ്ങളും ഉണ്ടായതിൻ്റെ പേരിലാണ് ഇവിടെ ഈ റോഡ് വന്നത്. എന്നുവെച്ചാൽ ഇവിടെ കടൽ കയറിക്കഴിഞ്ഞാൽ ഇവിടെ രക്ഷപ്പെടാനായിട്ടുള്ള ഒരു മാർഗ്ഗമില്ല. പിന്നീട് ഈ ജില്ലാ പഞ്ചായത്തിൻ്റെ നമ്മുടെ ഭരണാധികാരികൾ വന്നു കഴിഞ്ഞാലുള്ള ഈ റോഡിൻ്റെ പണി വന്നത്. അന്ന് റോഡ് വന്നു. പിന്നെ പഞ്ചായത്തിൻ്റെ നമ്മുടെ മെമ്പറും അന്ന് ജില്ലാ പഞ്ചായത്ത് മെമ്പറുണ്ടെന്ന് KJ ലീനസ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് കോൺഗ്രസിൻ്റെ മെമ്പറായിരുന്നു. അദ്ദേഹത്തിൻ്റെ പരിശ്രമം പോലായിട്ടും അന്നത്തെ വാർഡ് മെമ്പറും ഇവരെല്ലാം കൂടി പരിശ്രമമായിട്ടാണ് ഇവിടെ ഈ റോഡ് വന്നത്. അതുപോലെ ഈ പാലത്തിനും അന്ന് ഫണ്ട് അനുവദിച്ച് പാലം പണി തുടങ്ങി. പക്ഷേ പാലം ഇത്രയും ഉയരം വന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് വെച്ചാൽ ഇവിടെ ഇതിൻ്റെ അടിയിൽ കൂടി വെള്ളം പോകണമെന്നുള്ള പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഈ ഇത്രയും ഉയരത്തിൽ വന്നത്. അതേസമയത്ത് താഴ്ന്ന ഒരു പാല വരുന്നെങ്കിൽ ഇതിനെളുപ്പം പണി തീർന്നതന്നെ. ഒത്തിരി മത്സ്യത്തൊഴിലാളികളും കോളനിവാസികളും തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ് ഈ പാലത്തിൻ്റെ അപ്പുറം. ആർക്കും ഇങ്ങോട്ട് യാത്ര ചെയ്യാൻ സാധിക്കുന്നില്ല. ഈ പാലത്തിൻ്റെ പണി എത്രയും വേഗം പൂർത്തിയാക്കി തരണമെന്ന് ജനങ്ങളുടെ വികാരം. ഇവിടെ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നത് ഈ കടൽക്ഷോഭം വരുമ്പോഴാണ്. ഇവിടെ ഒരു ഓടിപ്പോകാൻ ഒരു വഴിയില്ല. വരുന്ന ദുരിതങ്ങളെല്ലാം ഇവിടെ കിടന്ന് അനുഭവിക്കണം. നീന്തിപ്പോകാൻ അപ്പം ഈ തോട്ടം അറിയും, അങ്ങനെ നീന്തിപ്പോകാൻ പറ്റില്ല. ഇതിൽ പോകണമെങ്കിൽ വണ്ടി പോകില്ല. ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആരോടും പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഇതുവരെ ഞാൻ ഇവിടെ വന്ന് താമസിക്കുന്ന ആളാണ്. 21 വർഷമായി. ഈ 21 വർഷത്തിനുള്ളിൽ എത്ര പ്രാവശ്യം കടൽക്ഷോഭം വന്നിട്ടുണ്ടോ അത്ര പ്രാവശ്യമൊക്കെ ഈ മക്കളെല്ലാവരും പ്രയാസപ്പെടാനുള്ളത്. ഞങ്ങൾക്ക് പോകാൻ വേറെ വഴിയില്ല.
ഇതിൻ്റെ വഴി വന്നിട്ടെങ്കിൽ ഞങ്ങൾക്ക് ഇത്ര വേഗം പോകാമായിരുന്നു. നീണ്ട കുറേ വർഷങ്ങളായി ചെല്ലാനം ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡിലുള്ള പണി പൂർത്തീകരിക്കാതെ കിടക്കുന്ന ജനതാ റോഡിന് സമീപമുള്ള ഈ പാലത്തിൻ്റെ ദുരവസ്ഥയ്ക്കെതിരെ ജനങ്ങൾ ശക്തമായി പ്രതിഷേധിക്കുകയാണ്. ഈ ഒരു പാലം പൂർത്തീകരിക്കാതെ കിടക്കുന്നതിൻ്റെ ഉത്തരവാദിത്തം ചെല്ലാനം ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന LDF തന്നെയാണ് എന്നത് യാതൊരു സംശയവുമില്ല. ഈ പാലത്തിൻ്റെ മറുവശത്തുള്ള ലക്ഷം വീട് കോളനിക്കാർക്കും അതുപോലെ തന്നെ മറ്റ് പരിസരവാസികൾക്കും ഈ പാലം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ വലിയൊരു യാത്രാ സൗകര്യം തന്നെയാണ് ചെയ്തു കിട്ടുന്നത്. ഈയിടെ ഉണ്ടായ കടൽക്ഷോഭത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടി ഈ ഒരു പാലം ഉണ്ടായിരുന്നെങ്കിൽ വളരെ എളുപ്പത്തിൽ ഈ പാലത്തിൽ കൂടി കടന്ന് അവർക്ക് മെയിൻ റോഡിലെത്താൻ സാധിക്കുമായിരുന്നു. പക്ഷേ LDF ഭരണത്തിലിരുന്ന ചെല്ലാനം ഗ്രാമപഞ്ചായത്തിന് ഇത് മനസ്സിലായില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പാലം ഇന്നും പണി പൂർത്തീകരിക്കാതെ കിടക്കുന്നത്. ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന, ജനഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്ത് നേതൃത്വത്തിനെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഡിസംബർ 10-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വിധി എഴുതുകയാണ്. ആ വിധിക്ക് ശേഷം വരുന്ന ഗ്രാമപഞ്ചായത്തിൽ നേതൃത്വത്തോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്തു തീർക്കേണ്ട ഒരു പദ്ധതിയിൽ ഈ ചെല്ലാനം ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡിലുള്ള ഈ പാലത്തിനെ ഉൾപ്പെടുത്തണം. കാരണം ജനങ്ങൾ അതാണ് ആഗ്രഹിക്കുന്നത്. ജനഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ജനകീയ ഗ്രാമപഞ്ചായത്തിനെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ജനത്തിൻ്റെ ന്യായമായ ആവശ്യമാണ്. ആ ആവശ്യം നിറവേറ്റുക തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.